ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡബിൾ ലെയർഡ് കാരറ്റ് പുഡിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1.5 കപ്പോളം കാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത്, 10 ഗ്രാം ചൈന ഗ്രാസ്, 1.5 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് നന്നായി തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം. ആദ്യം ഒരു മിക്സി ജാറിലോട്ട് നമ്മുടെ കാരറ്റ് ഇട്ടുകൊടുക്കണം. ഇതിലോട്ട് ഒരു ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് ഇതിനെ നമുക്ക് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിവിടെ നന്നായി ജ്യൂസിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിനെ 2 പാർട്ടാക്കി എടുക്കാം. നെക്സ്റ്റ് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അതേ സമയത്ത് മറ്റൊരടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മുടെ ചൈന ഗ്രാസും കൂടി ആഡ് ചെയ്തിട്ട് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മുടെ കാരറ്റ് ജ്യൂസിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ മെൽറ്റ് ആക്കിയെടുത്ത ചൈന ഗ്രാസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. നെക്സ്റ്റ് അതേ പാനിലോട്ട് നമ്മുടെ ബാക്കി ഒഴിഞ്ഞിട്ടുള്ള കാരറ്റ് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് പുഡിംഗ് സെറ്റ് ആക്കി എടുക്കാം. ആദ്യം നമ്മൾ പാല് മിക്സ് ആക്കി കൊടുക്കാത്ത കാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒരു 10 മിനിറ്റ് തണുക്കാൻ വെക്കണം. അപ്പോൾ ഇതുപോലെ ഇത് സെമി സോളിഡായി വരും. അതിന്റെ മുകളിൽ നമ്മൾ
പാല് മിക്സ് ആക്കി കൊടുത്ത ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡബിൾ ലെയർഡ് കാരറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം മറക്കണ്ട, എല്ലാവരും ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.